സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു സംശയമുള്ളൊരു കാര്യമായിരുന്നു. ഈ സമസ്ത, ഈ ലീഗോ അല്ലെങ്കിൽ UDF ഒക്കെ അധികാരത്തിൽ വന്നാൽ പിന്നെ എങ്ങനെയായിരിക്കും അവരെ ഇട്ട് ഇങ്ങനെ ഇളക്കി മറിച്ച് കുത്തി കഴത്തി ഇളക്കി പെരട്ടി ചുരുട്ടി അമുക്കി ഞെരിച്ചമർത്തി ഉടച്ചു വാരി എന്ത് ചെയ്യുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഭരണമില്ലാതിരിക്കുമ്പോൾ അപ്പോഴല്ലേ കൂടുതൽ ഒരു ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം ചേർന്ന് ഈ ഭരണമില്ലാതിരിക്കുന്ന മുസ്ലിം ലീഗിനെയും അതുപോലെ പാണക്കാട് തങ്ങന്മാരെയും ബാക്കിയുള്ളവരെയും ഒക്കെ ഇകഴ്ത്തി ഉഴുത്തി വാരാൻ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനല്ല, നമ്മളാരും വിചാരിക്കുന്ന പോലല്ല കേട്ടോ. അതായത് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് നാടൻ ബുദ്ധി, അത് കുറച്ച് ബലാലായ ബുദ്ധിയാണ്. എന്നാൽ ഉസ്താദന്മാരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എല്ലാ ഉസ്താദന്മാരും അല്ല കേട്ടോ, ഉസ്താദന്മാരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നല്ല തഹൂറായ ബുദ്ധിയാണ്, ഹലാലായ ബുദ്ധിയാണ്, ഹുർമത്തുള്ള ബുദ്ധിയാണ്, കൂർമതയുള്ള ബുദ്ധിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇപ്പം സർക്കാർ ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരാളിനെ സീറ്റിൽ നിന്ന് സ്ഥലം മാറ്റാൻ എന്തൊരു പാടാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് ഇരിക്കുക, അവൻ എന്തെങ്കിലും മാറട്ടെന്നും പറഞ്ഞു. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ തഹൂറായ ബുദ്ധിയുള്ള, ഹുർമത്തുള്ള ബുദ്ധിയുള്ള, ഹലാലായ ബുദ്ധിയുള്ള ഒരു ഉസ്താദ് അവൻ്റെ കൂടെ പണിയെടുക്കുന്ന വേറെ ഏതെങ്കിലും ചെറിയ ഉസ്താദന്മാരെയോ വലിയ ഉസ്താദന്മാരെയോ പറപ്പിക്കാൻ ശ്രമിച്ചാൽ, തീരുമാനിച്ചാൽ ആ നിമിഷം ഒറ്റൂതലിന് അവരവിടുന്ന് പറന്നു പോയിരിക്കും. എങ്ങനെ പറത്തും, അവിടുന്ന് ഓടിക്കണമെന്ന് വെച്ചാൽ ഓടിക്കും. അതിന് കുശുമ്പോ കുഞ്ഞായ്മയോ തുപ്പലോ താറ്റലോ ഊതിയപ്പം ഹർഫും സർഫും തെറ്റിപ്പോയെന്നോ ഹായ്ക്ക് പകരം ഹൗ എന്ന് പറഞ്ഞെന്നോ എന്തടങ്ങിയിറങ്കിലും ഉണ്ടാക്കി ഏത് കമ്മിറ്റിക്കാരെ പിടിച്ചും കലക്കി അവിടുന്ന് ചാടിച്ചു കളയും. ചിലപ്പോൾ കമ്മിറ്റിക്കാർ വിചാരിച്ചാൽ പോലും ചില ഉസ്താദന്മാരെ മാറ്റാനൊക്കത്തില്ല. പക്ഷേ ഈ 2 ഉസ്താദന്മാരോ 3 ഉസ്താദന്മാരോ ഉള്ളിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഉള്ള ഒരു ഉസ്താദുണ്ടെങ്കിൽ ആ ഉസ്താദിൻ്റെ നോട്ടത്തിനുണ്ടല്ലോ ഞാൻ ഷീ എന്ന് നോക്കി നിർത്തും. പണ്ട് നമ്മളിലെ ഈ ഗുരുക്കന്മാരൊക്കെ കളരികളിൽ പറയുമല്ലോ, ചൂണ്ടി അവിടെ നിർത്തുമെന്ന് പറയുന്ന പോലെ. ഞാനിത് പറയാൻ കാര്യം എന്താ അറിയാമോ, ഇപ്പോൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 2 സാധനം കിട്ടി. ഒന്ന് നമ്മുടെ സാക്ഷാൽ ആരാന്നറിയാമോ, നമ്മുടെ മുക്കം ഉമർ ഫൈസി ആത്മാർത്ഥമായി ദേ വഖഫ് വിഷയത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. താല്പര്യം അവിടെ 600 വീട്ടുകാരുണ്ട്, കുടിയിരുന്നവരുണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ണീർ പൊയ്ക്കലാണ്. ഈ കണ്ണീർ പൊയ്ക്കൽ നമുക്കറിയാം, നമ്മളും ഉണ്ടാക്കുന്നില്ല, അവരെ അനാഥരാക്കണം നമ്മൾ പറയുന്നില്ല. മുസ്ലിം സംഘടനകളുടെ ഒരു യോഗാണെന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അവരുടെ തീരുമാനം അനുസരിച്ച് അവരും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. കാരണം അവരിൽ പലരും വഞ്ചിക്കപ്പെട്ടവരാണ്. അത് വിൽക്കാൻ പറ്റിയ സ്വത്താണെന്ന നിലക്കാണ് ഫറൂഖ് കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് മുക്തിയാർ കൊടുത്തുകൊണ്ട് ഒരാളെ ഏൽപ്പിച്ചത്. ആ മുക്തിയാർ വിൽപ്പന നടത്തി കുറെ അദ്ദേഹം എടുത്തു, കുറെ വേറെ ആള് കയ്യേറി, ഇങ്ങനൊക്കെ പോവാണ്. ഈ അവസ്ഥയാണുള്ളത്. ഇത് സംരക്ഷിക്കണം. വഖഫ് ബോർഡ് വഖഫ് സ്വത്ത് അതെന്താക്കാൻ പാടില്ല, വേറെ ആരുടെയും കണ്ണീരൊപ്പാനുള്ളതൊന്നുമല്ല. അത് അതിൻ്റെതായ ലക്ഷ്യത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് അവരെ ആ താമസക്കാരായ പാവപ്പെട്ടവരെ കുടിയിറക്കിക്കൊണ്ട് അനാഥയാക്കണം. അവർക്ക് ഒരു അത്താണി ഇല്ലാത്ത നിലക്ക് അവരെ റോട്ടിലേക്ക് ഇറക്കി വിടണം നമ്മളും പറയുന്നില്ല. അവരെന്താക്കണം, സംരക്ഷിക്കണം. അതാരാ സംരക്ഷിക്കേണ്ടത്? ഈ രാജ്യം ഭരിക്കുന്നവർ സംരക്ഷിക്കണം. എങ്ങനെ സംരക്ഷിക്കണം? ആരാണോ ആ കേട് വരുത്തിയത് നഷ്ടപ്പെടുത്തിയെന്ന് വെച്ചാൽ അവരെ ശിക്ഷിച്ച് അവരെ പിടിച്ചെടുത്തുകൊണ്ട് സംരക്ഷിക്കണം. അതല്ല ഇവിടുത്തെ നിയമം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? സതുദ്ദേശത്തിൽ വഖഫിനോടുള്ള ഇഷ്ടം കൊണ്ട്, മുസ്ലിം ഉമ്മത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ദീനിൻ്റെ കൊടിക്കൂറ പാറിപ്പറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നുമല്ല, കലക്കണമെന്ന് വിചാരിച്ചാണ്. ഇത് കലക്കി നശിപ്പിക്കണം. ഈ ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കണം, ലീഗിനെ പ്രതിസന്ധിയിലാക്കണം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ കൊരുക്കണം. ആ കൊരുക്കുമ്പോൾ അതിൻ്റെ നടുവിൽ കണ്ടുകൊണ്ടിരുന്ന് ചിരിക്കണം. ഇത് സവിശേഷമായ പാചകമാണ്. പുള്ളി ഇതിൻ്റെ എക്സ്പെർട്ടാണ്. അപ്പുറത്ത് നിന്ന് ഒരുപാട് ചെയ്ത ആളാണ്. എന്തായാലും എനിക്ക് ഈ അംസ സാഹിബിനോട് പറയാനുള്ളത്, മൈക്കൊക്കെ ഇവരുടെ കയ്യിലോട്ട് കൊടുത്താലുണ്ടല്ലോ, പിന്നെ ഈ വഖഫ് ബോർഡിന് ഉള്ള ഒരു വിലയും കൂടി ഇല്ലാതാവും. അതുകൊണ്ട് ചെയർമാൻ എന്നുള്ള നിലയിൽ
അങ്ങ് നിയന്ത്രിക്കാനൊരു പ്രമേയം അടുത്ത കമ്മിറ്റിയിൽ കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഒന്നാമത്തെ സംഗതിയെങ്കിൽ. രണ്ടാമത്തേതാ കേട്ടോളൂ. അനിസ്ലാമികമായ ആചാരങ്ങൾ വർജിക്കണം. നിലവിളക്ക് കൊളുത്തിയ സംഭവത്തിൽ തഹ്ലിയയെ തിരുത്തി സമസ്ത. ഒരു പൊതുസമൂഹത്തിൽ ഒരു പൊതുപരിപാടിയിൽ ഈ പറഞ്ഞതുപോലെ ഒരു വിളക്ക് കൊളുത്തിയത് അത് വിശ്വാസാചാരങ്ങളുടെ പവിത്രമായ അത് എന്താ പറയുന്നത്, അത് ഇങ്ങനെ തലനാഴിര കീറി പരിശോധിച്ച് അത് ഉടനെ സമൂഹത്തിൽ തിരുത്തി അതിൻ്റെ ഒരു സ്പർദ്ധയ്ക്കുള്ള ഒരു സംഗതി ഇട്ടുകൊടുത്തേക്കുക. അപ്പോൾ ഇത് പിടിച്ച് ഇനി BJP-ക്കാർ കയറിക്കോണം. അതിന് സമസ്തയുടെ പങ്ക് സമസ്ത നിർവഹിക്കുക. ഒരു കോമൺ സ്റ്റേറ്റ്മെൻ്റ് അടിച്ച് പത്രത്തിൽ വിട്ടുകൊടുക്കുക. അപ്പോൾ എന്താ വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ ഇലക്ഷന് കണ്ട ഐക്യമുണ്ടല്ലോ. അതായത് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യുന്നു, ഹിന്ദു സ്ഥാനാർത്ഥിക്ക് മുസ്ലിമും ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യുന്നു, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്ക് ഹിന്ദുവും മുസ്ലിമും വോട്ട് ചെയ്യുന്നു. ഇതെല്ലാം നടന്നത് മുഴുവൻ തകിടം മറിക്കണം. ഇത് കലക്കണം. ഇത് പറഞ്ഞ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. സ്ത്രീകൾ പള്ളിയിലേക്കോ മറ്റോ പോകുമ്പം നാറി പുഴുത്ത് വാടയെടുത്തെങ്കിൽ മാത്രമേ അവരെ നോക്കാതിരിക്കൂ. അതുകൊണ്ടാണ് ഈ സുഗന്ധദ്രവ്യങ്ങൾ പൂശരുതെന്ന് പ്രവാചകൻ പറഞ്ഞതെന്ന് പൂശി വിട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആളാണ്. പിന്നെ നേരത്തെ കാണിച്ച അദ്ദേഹത്തിനെ പോലുള്ള ആളുകളാണ് ഇതിലിരുന്ന് ചർച്ച ചെയ്യുന്നത്. ഇവർക്ക് ഈ നിലപാട് പലിശയ്ക്ക് കൊടുക്കുന്നവനോടുണ്ടോ, കള്ളു കുടിക്കുന്നവനോടുണ്ടോ, ചാരായം വിൽക്കുന്നവനോടുണ്ടോ, മയക്കുമരുന്ന് വിൽക്കുന്നവനോടുണ്ടോ, ഗൾഫിൽ നിന്ന് കള്ളസ്വർണം കടത്തിക്കൊണ്ട് വരുന്നവനോടുണ്ടോ, ഹറാമായ കച്ചവടം നടത്തുന്നവനോടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അവരുടെ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് മുണുങ്ങുന്നുണ്ട്. അവരെ പലരുമായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധമുണ്ട്. ഞങ്ങളുടെ മക്കളെയും ചെറുമക്കളെയും പലയിടത്തും കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ തൊഴിലുകളിൽ ഏർപ്പെടുന്നവരോ ചിലവിൽ ഞങ്ങൾ വീട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും അതിന് കാറുണ്ട്, സംവിധാനമുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വല്ലതും പറയാൻ ഒക്കുമോ? അതുകൊണ്ട് ഫാത്തിമ തഹ്ലിയയുടെ പുറത്ത് കയറാമെന്ന് വിചാരിച്ച എന്നെ കേൾക്കുന്ന ബഹുസ്വര സമൂഹത്തോട് പറയുന്നത്, ഇത് സവിശേഷമായ ഒരു ചിന്തയുടെ ഒരു കുറച്ച് ആളുകളാണ്. നിങ്ങളുടെ കൂട്ടത്തിലില്ലേ കുറേ ഇതുപോലത്തെ ജന്മങ്ങൾ? അതുപോലത്തെ ഒരു ജന്മമാക്കി മാത്രം കണ്ടാൽ മതി. വിശ്വാസമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ ഞങ്ങൾക്കറിയാം. അത് സൂക്ഷിച്ചാണ് ഞങ്ങൾ ഇടപെടുന്നതും ബന്ധപ്പെടുന്നതുമൊക്കെ. ഇത് അതിനുവേണ്ടി നടക്കുന്നു എന്ന് പറയുന്ന, എന്നാൽ 10 പൈസയുടെ വിശ്വാസമോ ധാർമ്മിക മൂല്യങ്ങളോ സ്വന്തം ജീവിതത്തിൽ പകർത്താനാകാത്ത, ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു സവിശേഷമായ സംഗതിയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അത്രയേ ഉള്ളൂ. ഇനി ഫാത്തിമ തഹ്ലിയ ഇതൊരു പക്ഷേ അനുസരിച്ചാൽ അവരുടെ ഗതികേടെന്ന് കൂട്ടിയാൽ മതി. അല്ലാതെ അവരുടെ മനസ്സൊരിക്കലും അതിനോടൊപ്പം ഉണ്ടാവില്ല എന്നെനിക്ക് 100 വട്ടം അറിയാം.